So students, in the last class we discussed regarding liquid limit, plastic limit and shrinkage limit and some of the factors which are affecting them. Now let us see how the pore fluid, അതായത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് environmental ഉണ്ടാകുന്ന changes, how it is going to affect these three attributes limit. Environmental ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ സോയിലിനകത്ത് കണ്ടാമിനൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഇഫ് ദ പോർ ഫ്ലൂയിഡ് വിച്ച് ഇസ് കണ്ടാമിനേറ്റഡ്, പോർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ഓർ ഇറ്റ് ഈസ് ഹാവിങ് എ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് or if it is having a concentration of organic solvent or if it is having some concentration of acids or bases, how its properties are going to be affected. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So first നമ്മൾ കൺസിഡർ ചെയ്യുന്നത് effect of pore fluid on Atterberg's limit ആണ്. Pore fluid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you know what is meant by pore fluid. നിങ്ങളുടെ സോയിലിൻ്റെ പോഴ്സിലുള്ള ഫ്ലൂയിഡ് എന്താണോ അതിനെയാണ് pore fluid എന്ന് പറയുന്നത്. So look into that particular table. നിങ്ങളുടെ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ what you can see, and our table first column നിങ്ങൾ നോക്കിയാൽ what you can see is pore fluid, hexane, heptane, carbon tetrachloride, benzene, ethyl acetate, acetone, ethanol, methanol എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ടറിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ആൻഡ് അതിനകത്ത് നിങ്ങളൊരു നാലാമത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ you can see the values of dielectric constant. Dielectric constant value 1.89, 1.92 കൂടി 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 when it reaches water it becomes 80.4. which means dielectric constant maximum വരുന്നത് വാട്ടറിനാണ്, dielectric constant ഏറ്റവും കുറവ് വരുന്നത് ഹെക്സൈനാണ്. You can see that. Now look into the fifth column, fifth and sixth column. Fifth column kaolinite പ്രോപ്പർട്ടി ആണ് പറയുന്നത്. WL എന്ന് എഴുതിയേക്കുന്നത് ലിക്വിഡ് ലിമിറ്റ് ആണ്, ആൻഡ് ലിക്വിഡ് ലിമിറ്റ് ബൈ വോള്യൂം ആണ് പറയുന്നത്. ഹൗ മച്ച് വോള്യൂം ഓഫ് വാട്ടർ വിൽ മേക്ക് ദ ലിക്വിഡ് ലിമിറ്റ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മോണ്ടമോറിലോനൈറ്റിൻ്റെയും ലിക്വിഡ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് ബൈ വോള്യൂം. Now just go through what change you find from kaolinite and montmorillonite. അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദ ഫ്ലൂയിഡ് മാറുന്നതനുസരിച്ച് വാട്ട് ഇഫക്റ്റ് ഇറ്റ് ഇസ് ബ്രിങ്ങിങ് ഓൺ ദി ലിക്വിഡ് ലിമിറ്റ് ഓഫ് ദി സോയിൽ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കെയോളിനൈറ്റും മോണ്ടമോറിലോനൈറ്റ് എന്ന് പറയുന്ന രണ്ട് ക്ലേ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ക്ലേയുടെ ലിക്വിഡ് ലിമിറ്റാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പല പോർ ഫ്ലൂയിഡ്സ് കൊടുക്കുന്നു, അതായത് ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, കാർബൺ ടെട്രൈക്ലോറൈഡ്, ബെൻസീൻ, അങ്ങനെ വാട്ടർ വരെ ഞങ്ങളിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർ ഫ്ലൂയിഡ്സ് കൊടുത്തിട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഇസ് ദി ഇഫക്റ്റ് ഓൺ ദ ലിക്വിഡ് ലിമിറ്റ് ഓഫ് ദീസ് ടു ക്ലേസ്. അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ വാട്ട് യു ഫൈൻഡ് ഇസ് ദാറ്റ് താഴോട്ട് വരുന്നതോറും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുന്നു. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ലിക്വിഡ് ലിമിറ്റ്? ലിക്വിഡ് ലിമിറ്റ് ഇസ് ഡിക്രീസിങ് ഇൻ കേസ് ഓഫ് കെയോളിനൈറ്റ്, whereas it is increasing in case of montmorillonite. അതായത് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഓർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് ടു റീച്ച് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് it increases with increase in dielectric constant for montmorillonite, but it decreases with increase in liquid limit for kaolinite ആണ്. ഓക്കെ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഫോർ കെയോളിനൈറ്റ് ആണ്. അതായത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുന്തോറും ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് താഴോട്ട് വരികയാണ്. അതായത് വോളിയം റിക്വയർഡ് ടു റീച്ച് ദ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് താഴോട്ട് വരികയാണ് ഫോർ കെയോളിനൈറ്റ്, whereas ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുന്തോറും the amount of water you require എന്ന് പറയുന്നത് it is going on increasing in case of montmorillonite. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ. ലിക്വിഡ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ഒരു ടൈപ്പ് ഓഫ് ക്ലേയിൽ, ലിക്വിഡ് ലിമിറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് വേറൊരു കൈൻഡ് ഓഫ് ക്ലേയിൽ. കെയോളിനൈറ്റ് ക്ലേനെ നോൺ പ്ലാസ്റ്റിക് ക്ലേ എന്ന് വിളിക്കും, വെറാസ് മോntmorillonite ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി പ്ലാസ്റ്റിക് ക്ലേ എന്ന് പറയും. ബ്ലാക്ക് കോട്ടൺ സോയിൽ, നിങ്ങളുടെ ബെൻറ്റണൈറ്റ് എന്നൊക്കെ പറയുന്നത് മോntmorillonite ആണ്. വളരെ സോഫ്റ്റ് ക്ലേ ആണ്, വളരെ എന്താ പറയുക, ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ക്ലേ, ഒരുപാട് അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്ലേ ആണ് മോntmorillonite ക്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് ആ മുകളിൽ കാണുന്ന പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ലിക്വിഡ് ലിമിറ്റ് വേരി ചെയ്തതെന്നുള്ളത്. നൗ ജസ്റ്റ് താഴെ നിങ്ങൾക്കൊരു ഗ്രാഫ് കാണാം. ആ ഗ്രാഫിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേരിയേഷൻ ഓഫ് യുവർ പെർട്ടിക്കുലർ ലിക്വിഡ് ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു വാട്ട് കൈൻഡ് ഓഫ് ക്ലേ ഇറ്റ് ഈസ്. കെയോളിനൈറ്റ് ആണോ മോntmorillonite ആണോ? കെയോളിനൈറ്റിൻ്റെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നേരെ താഴോട്ട് പോകുന്നുണ്ട്, വേറാസ് മോntmorillonite നേരെ വളഞ്ഞ് മേളിലോട്ട് പോകുന്നുണ്ട്. അതായത് ലിക്വിഡ് ലിമിറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് കൂടുകയാണ്. വൈ ആക്സിസിലെ ലിക്വിഡ് ലിമിറ്റ്, എക്സ് ആക്സിസിലെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കേണ്ടി വരും when you explain this particular point. പിന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു റിലേഷൻ ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് ഷിയർ സ്ട്രെങ്ത്തിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ സോയിൽ വാട്ടർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് എക്സിസ്റ്റ്, രണ്ട് ഒപ്പോസിങ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയാം. അതായത് ഒന്ന് നിങ്ങളുടെ പാർട്ടിക്കിൾസ് തമ്മിലൊരു പോയിന്റ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കിൾസ് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഇൻറ്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റർ പാർട്ടിക്കിൾ ഫോഴ്സസ് എന്ന് നിങ്ങൾ പറയും. പിന്നെ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ വാട്ടർ ഉണ്ട്, ആൻഡ് ദിസ് വാട്ടർ വിൽ ബി എക്സേർട്ടിങ് സം പ്രഷർ ഓവർ ദ സോയിൽ പാർട്ടിക്കിൾസ്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് ദ പോർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രഷർ എന്ന് പറയുന്നതും അവർ ഓപ്പോസിറ്റാണ്. കാരണം പാർട്ടിക്കിൾ കോൺട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരു നല്ല ഷിയർ സ്ട്രെങ്ത് ആയിരിക്കും നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സോയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരുപാട് ഏരിയയിലൂടെ കോൺടാക്റ്റിൽ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചില പാർട്ടിക്കിൾസിന് ലാർജ് സർഫസ് ഏരിയ ഉണ്ടായിരിക്കും, ചില പാർട്ടിക്കിൾസിന് ചെറിയ സർഫസ് ഏരിയ ഉണ്ടായിരിക്കും. കൂടുതൽ സർഫസ് ഏരിയയിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് പാർട്ടിക്കിൾസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് എ ഗുഡ് ഷിയർ സ്ട്രെങ്ത്. അതിൻ്റെ ഇടയിൽ വെള്ളം വന്ന് സ്പേസ് ഓക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ അട്രാക്ഷൻ കുറയും. കാരണം പാർട്ടിക്കിൾസ് തമ്മിൽ വലിയ കോൺടാക്റ്റ് ഒന്നും വരുന്നില്ല, ഉള്ളിൽ മൊത്തം വാട്ടർ വെച്ചാണ് നിറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? വാട്ടർ വിൽ എക്സേർട്ട് ദീസ് പാർട്ടിക്കിൾസ് ആൻഡ് മൂവ് ദിസ് പാർട്ടിക്കിൾസ് അവേ. അതായത് അവർ തമ്മിലുള്ള പോയിന്റ് ഓഫ് അട്രാക്ഷൻ കുറയ്ക്കും, അതുവഴി ഷിയർ സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിമെൻ്ററി ഫോഴ്സസിനെ കുറിച്ചാണ് അവർ നെക്സ്റ്റ് പറയുന്നത്. സോ ഈ ലിക്വിഡ് ലിമിറ്റും നിങ്ങളുടെ ഷിയർ സ്ട്രെങ്ത്തും ആയിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ലിക്വിഡ് ലിമിറ്റ് എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മൊത്തം വെള്ളമായി മാറി, പാർട്ടിക്കിൾസ് തമ്മിലൊന്നും കോൺടാക്റ്റ് ഇല്ലാതെയായി, വെള്ളം ഒഴുകുന്ന പോലെ, കംപ്ലീറ്റ് ലോസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ സോയിൽ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകും. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡ് ലിമിറ്റിനും ഷിയർ സ്ട്രെങ്ത്തിനും ഒരു ചെറിയ ഇൻ്റർ റിലേഷൻ ഉണ്ട്, അതാണ് അവർ പറയുന്നത്. Okay, so I'll just read the second last line of the paragraph which is mentioned. You can see the pore fluid characteristics, അതായത് dielectric constant influences the attraction inversely. അതായത് attraction എന്ന് പറയുന്നത് inversely affected ആണ് with respect to your dielectric constant. Dielectric constant കൂടുന്തോറും നിങ്ങളുടെ attraction എന്ന് പറയുന്നത് കുറയും എന്നാണ് അവർ പറയുന്നത്. So a decrease in dielectric constant thus adds to the attractive component and increases the shear strength. നിങ്ങളുടെ dielectric constant കുറയും തോറും നിങ്ങളുടെ അട്രാക്റ്റീവ് കോമ്പണൻറ്റ് കൂടുതലാവുകയും ആ റിപ്പൾഷൻ കോമ്പണൻറ്റ് കുറവുകയാവുകയും ചെയ്യും. അതുവഴി ഷിയർ സ്ട്രെങ്ത് കൂടുകയും ചെയ്യും. ഇറ്റ് ഓൾസോ റിഡ്യൂസസ് ദ റിപ്പൾഷൻ ബൈ റിഡ്യൂസിങ് ദ ഡബിൾ ലെയർ തിക്നെസ് ആണ്. നിങ്ങളുടെ പോളാർ സോൾവെൻ്റ് ആവും തോറും ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും പോളാർ സോൾവെൻ്റ് ആവും. പോളാർ സോൾവെൻ്റ് ആവും തോറും ഡിഫ്യൂസ് ഡബിൾ ലെയറിൻ്റെ തിക്നെസ് കൂടും. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഡിഫ്യൂസ് ഡബിൾ ലെയറിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ കഴിയും. എങ്ങനെ? നിങ്ങൾ ഒരു ലെസ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അതായത് ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ റിപ്പൾഷൻ ബൈ റെഡ്യൂസിങ് ദി ഡബിൾ ലെയർ തിക്നെസ്. ഏത്? നിങ്ങളുടെ ഡിക്രീസ് ഇൻ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വഴി. ഓക്കെ, തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വായിക്കണം. എ ഡിക്രീസ് ഇൻ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ദസ് ആഡ്സ് ടു ദ അട്രാക്റ്റീവ് കോമ്പണൻറ്റ് ആൻഡ് ഇൻക്രീസസ് ദ ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So same way a decrease in dielectric constant also reduces the repulsion by reducing the double layer thickness. അതായത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറയുമ്പോൾ നിങ്ങളുടെ ഡിഫ്യൂസ് ഡബിൾ ലെയറിൻ്റെ തിക്നെസ് കുറയുന്നു. അതുവഴി നിങ്ങൾക്ക് അട്രാക്ഷൻ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, ഷിയർ റെസിസ്റ്റൻസ് കൂടുന്നു. ഓക്കെ, ഈ ഒരു റിലേഷനാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പാരഗ്രാഫ്, നിങ്ങളിപ്പോൾ കാണുന്ന പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കെയോളിനൈറ്റിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുമ്പോൾ ലിക്വിഡ് ലിമിറ്റ് താഴോട്ട് പോകുന്നത്, മോണ്ട് മോറിലോനൈറ്റിൽ കൂടും. കാരണം മോണ്ട് മോറിലോനൈറ്റിൽ കൂടാൻ കാരണം ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. അതൊരു ജനറൽ ബിഹേവിയറാണ്. കാരണം വെള്ളം കൂടുതൽ അബ്സോർബ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മോണ്ട് മോറിലോനൈറ്റ് ക്ലേന്. ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്ത് അതിന് ഡിഫ്യൂസ് ഡബിൾ ലെയർ ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷനിൽ ഫ്രീ വാട്ടറായിട്ട് ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് അബ്സോർബ്സ് മോർ വാട്ടർ എന്നർത്ഥം. ലാർജ് നെഗറ്റീവ് ചാർജാണ് മോണ്ട് മോറിലോനൈറ്റ് ക്ലേയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈലി ഡയലക്ട്രിക് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ, അതായത് വാട്ടർ പോലെയുള്ള ഒരു ഫ്ലൂയിഡ് വന്നു കഴിഞ്ഞാൽ വിച്ച് ഹാസ് ലാർജ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്, അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഡയപോൾ ഉള്ളതാണ്, ഒരു പോളാർ ആയിട്ടുള്ള സോൾവെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലേ പാർട്ടിക്കിൾസിൻ്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദീസ് പാർട്ടിക്കിൾസ് വിൽ ബി സറൗണ്ടിങ് ദറ്റ് ക്ലേ പാർട്ടിക്കിൾ. അങ്ങനെ ഒരു ഹ്യൂജ് ഡിഫ്യൂസ് ഡബിൾ ലെയർ ഫോം ചെയ്യുന്നുണ്ട് ഇൻ മോണ്ട് മോറിലോനൈറ്റ് ക്ലേ, കാരണം ലാർജ് റെസിഡ്യൂവൽ നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ കേസ് ഓഫ് കെയോളിനൈറ്റ്? കെയോളിനൈറ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ കെയോളിനൈറ്റ്. കെയോളിനൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഒരു ഫേസ് ടു എഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആ ഓവൽ ഷേപ്പുള്ള ക്ലേ പാർട്ടിക്കിൾസ്
അതിൻ്റെ എൻഡിൽ പോസിറ്റീവ് ചാർജ്, സർഫസിൽ നെഗറ്റീവ് ചാർജ്. സോ പോസിറ്റീവ് എൻഡ് നെഗറ്റീവ് ഫേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, നെഗറ്റീവ് ഫേസ് പോസിറ്റീവ് എൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം എന്താ, അതിൻ്റെ എഡ്ജാണ് കോൺടാക്റ്റിൽ വരുന്നത്. ചെറിയൊരു ഏരിയ വഴിയാണ് പാർട്ടിക്കിൾ തമ്മിലുള്ള കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. വിച്ച് മീൻസ് യുവർ ഏരിയ ഓഫ് പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണെന്നർത്ഥം. വിച്ച് മീൻസ് ജസ്റ്റ് ഒന്ന് തൊട്ട് നിൽക്കുകയാണ്. ആ ഫോഴ്സ് ഉള്ളതുകൊണ്ട്, പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം അതവിടെ പിടിച്ചു നിൽക്കുന്നു എന്നർത്ഥം. ആ അട്രാക്ഷൻ വീക്കർ ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ആ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ബോണ്ട് പെട്ടെന്ന് ലൂസ് ആവും. ഓക്കെ, നൗ ഇങ്ങനെ ഒരു ഫ്ലോക്കുലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള കെയോളിനൈറ്റിലേക്കാണ് നിങ്ങളുടെ ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് വരാൻ പോകുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബെൻസീൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണ്. അത് കഴിഞ്ഞ് ഈഥൈൽ അസറ്റേറ്റ് ആണെങ്കിൽ അതിനേക്കാളും ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അസറ്റോൺ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലാണ്. ഏറ്റവും മാക്സിമം വരുന്നത് വാട്ടറിനാണ്. അപ്പോൾ ഈ വാട്ടറൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആകപ്പാട് ഒരു ചെറിയ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് കെയോളിനൈറ്റിലുള്ളൂ. ഓക്കെ, ആ കോൺടാക്റ്റിൽ ഡിഫ്യൂസ് ഡബിൾ ലെയറും കൂടെ ഫോം ചെയ്തുള്ള അവസ്ഥ എന്താവും, അത് വീക്കറാവും, ആ ബോണ്ട് പെട്ടെന്ന് വീക്കറാവും. വിച്ച് മീൻസ് ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള വാട്ടർ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ, കുറച്ച് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് ലൂസ് ചെയ്യുന്നു. ഇറ്റ് ലൂസസ് ഇറ്റ് ഷിയർ സ്ട്രെങ്ത് ആൻഡ് ദെർബൈ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ലൈക്ക് വാട്ടർ. അതുകൊണ്ടാണ് അതിൽ കുറഞ്ഞ വാട്ടർ കണ്ടൻറ്റിൽ തന്നെ ലിക്വിഡ് ലിമിറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് സ്പെഷ്യൽ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ കെയോളിനൈറ്റ്. കെയോളിനൈറ്റിൽ പാർട്ടിക്കിൾ കോൺട്രാക്ഷൻ നടക്കുന്നത് വളരെ അട്രാക്ഷൻ നടക്കുന്നത് വളരെ സ്മോളർ ഏരിയയിലാണ്. ആൻഡ് ഓൾസോ യു ഹാവ് സ്റ്റഡീഡ് ഇൻ യുവർ പ്രീവിയസ് സെഷൻ ദാറ്റ് മോൺട്ട്മോറിലോനൈറ്റ് ക്ലെയും കെയോളിനൈറ്റ് ക്ലെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് സർഫസ് ഏരിയ മോൺട്ട്മോറിലോനൈറ്റിനാണ്. കെയോളിനൈറ്റ് ക്ലെയിന് സർഫസ് ഏരിയ കുറവാണ്. വിച്ച് മീൻസ് പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ കുറവായിരിക്കും ഇൻ കേസ് ഓഫ് കെയോളിനൈറ്റ് ക്ലേ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ വാട്ടർ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലുള്ള വാട്ടർ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കൂടുതലുള്ള ഏതെങ്കിലും ഫ്ലൂയിഡ്സ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിക്വയർഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ റീച്ചിങ് ദ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഈ റിലേഷൻ എക്സ്പ്ലെയിൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് കെയോളിനൈറ്റ്. അപ്പോൾ കെയോളിനൈറ്റിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് പാർട്ടിക്കിൾ കോൺടാക്റ്റ് വരുന്നത് എഡ്ജ് ടു ഫേസ് ഇൻറ്ററാക്ഷനാണ്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ അട്രാക്ഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ഷിയർ സ്ട്രെങ്ത്. അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ കാരണമാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും, ഫ്ലൂയിഡിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഡ്ജ് ടു ഫേസ് ഇൻട്രാക്ഷൻ്റെ അവിടെ അവർ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻറ്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് വീക്കറാവും. അത് കാരണം കൊണ്ട് ചെറിയ അതായത് ഒരു ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വീക്കറാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഷിയർ സ്ട്രെങ്ത് കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. വേറെ കുറച്ച് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതായത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് എന്ന് പറയുന്നത് വീക്കറാവില്ല. ഓക്കെ, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടിയ ഫ്ലൂയിഡ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ ബോണ്ട് വളരെ വീക്കറാവുന്നത്, വളരെ പെട്ടെന്ന് തന്നെ വീക്കറാവുന്നത്. അതുകൊണ്ടാണ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ, വാട്ടറിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണ്, അതുകൊണ്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് പോയി അതൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, whereas when you come to മോൺട്ട്മോറിലോനൈറ്റിൽ ഈ പാർട്ടിക്കിൾ ടു പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ എഡ്ജ് ടു ഫേസ് ഇൻട്രാക്ഷൻ അല്ല, അവർ മോസ്റ്റ്ലി ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മോൺട്ട്മോറിലോനൈറ്റ്. അതുമാത്രമല്ല മോൺട്ട്മോറിലോനൈറ്റിൽ എപ്പോഴും ഷിയർ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ലിക്വിഡ് ലിമിറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻട്രാക്ഷൻ കാരണമല്ല, ഡിഫ്യൂസ്ഡ് ഡബിൾ ലെയറിൻ്റെ കോൺസെപ്റ്റാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ ഹൈലി ഡൈലക്ട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, നിങ്ങളുടെ ഡിഫ്യൂസ് ഡബിൾ ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് ലാർജ് ആൻഡ് ലാർജ്. ഓക്കെ, അപ്പോൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഡിഫ്യൂസ്ഡ് ഡബിൾ ലെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്തതിന് ശേഷം ദേ എൻറ്റർ ഇൻ ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്ന ആ വോളിയം ഓഫ് വാട്ടർ റിക്വയർഡ് ടു എൻറ്റർ ഇൻ ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻറ്റർ ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ വാട്ടർ വിൽ ബി റിക്വയർഡ്.
അപ്പോൾ അത് ഡിഫ്യൂസ് ഡബിൾ ലെയർ ആണ് മെയിനായിട്ടും മോണ്ട് മോറിലോനൈറ്റ് ക്ലേയിൽ അതിൻ്റെ ലിക്വിഡ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ കെയോളിനൈറ്റ് ആൻഡ് മോണ്ട് മോറിലോനൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫ്ലൂയിഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, കെയോളിനൈറ്റിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുന്തോറും അതിൻ്റെ ലിക്വിഡ് ലിമിറ്റ് താഴേക്ക് വരും. മോണ്ട് മോറിലോനൈറ്റിന് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ലിക്വിഡ് ലിമിറ്റ് കൂടി വരും ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടിയ ഫ്ലൂയിഡ് യൂസ് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് എക്സ്ചേഞ്ചബിൾ അയോൺസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ യു ക്യാൻ സീ വൺ പെർട്ടിക്കുലർ ടേബിൾ, മോണ്ട് മോറിലോനൈറ്റ്, ഇല്ലൈറ്റ്, അതുപോലെ കെയോളിനൈറ്റ്, ഇങ്ങനെയുള്ള 3 മിനറലും എക്സ്ചേഞ്ചബിൾ ആയിട്ടുള്ള അയോൺസ് ആയിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ടേബിളാണ് കാണിച്ചിരിക്കുന്നത്. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അയൺസ് ഇതുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു. സോ ഒരു ജനറൽ ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മോണ്ട് മോറിലോനൈറ്റ് ആണെങ്കിലും കെയോളിനൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇല്ലൈറ്റ് ആണെങ്കിലും വാട്ട് യു സീ ഇസ് ദാറ്റ് നിങ്ങൾ താഴോട്ട് വരും തോറും യുവർ പെർട്ടിക്കുലർ ലിക്വിഡ് ലിമിറ്റ് വാല്യൂ ഈസ് ഗോയിങ് ഓൺ ഡിക്രീസിങ്. പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ വാല്യൂം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സും ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ സോഡിയം, കാൽഷ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, അയൺ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ താഴോട്ട് വരും തോറും യുവർ പെർട്ടിക്കുലർ സൈസ് ഓഫ് ദി ആറ്റം is becoming large. ഓക്കെ, അപ്പോൾ ലാർജർ സൈസുള്ള അയോൺസ് നിങ്ങൾ ആഡ് ചെയ്യും തോറും നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഡിക്രീസിങ്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ഒബ്സർവേഷൻ യു ക്യാൻ മേക്ക്. അതായത് ഹയർ ദ അയൺ സൈസ്, ഹയർ ദ ഡെൻസിറ്റി ഓഫ് യുവർ അയോണിൻ്റെ ഡെൻസിറ്റി കൂടുന്തോറും നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇതൊക്കെ താഴോട്ട് വരുന്തോറും കുറഞ്ഞ് വരികയാണ്. നിങ്ങൾക്കപ്പോൾ എക്സാമ്പിൾ പറയാം. ഈ എക്സ്ചേഞ്ചബിൾ ആയിട്ടുള്ള അയോൺസ് ആയിട്ടുള്ള സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അയോൺ, ഈ 5 എക്സാമ്പിൾ എഴുതിയിട്ട് എങ്ങനെയാണ് ഇതിൽ ട്രെൻഡ് ഡിക്രീസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം അയൺ എടുത്തു നോക്കിയിരിക്കുക. ഇറ്റ് ഈസ് ഹാവിങ് എ സിംഗിൾ പോസിറ്റീവ് ചാർജ് ആണ്. അതുപോലെ തന്നെ കാൽഷ്യം 2 പോസിറ്റീവ്, മഗ്നീഷ്യം 2 പോസിറ്റീവ്, അലുമിനിയം 3 പോസിറ്റീവ്, ഇതിനൊക്കെ ചാർജസ് കൂടുതലാണ്. വിച്ച് മീൻസ് ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ഇങ്ങനെയുള്ള ചാർജ് കൂടിയ അയോൺസ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ that will be able to neutralize more of the negative charges of your particular clay particle. അതുകൊണ്ട് തന്നെ what happens, വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഡിഫ്യൂസ്ഡ് ഡബിൾ ലെയർ തിക്നെസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മോർ ലാർജ് സൈസ് അയോൺസ് യു ആർ ഇൻട്രൊഡ്യൂസിങ്, the less will be the amount of water that will be required എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അയോൺസിൻ്റെ സൈസ് കൂടുന്തോറും 2 റീസൺ ഉണ്ട്. ഒന്ന് ഡിഫ്യൂസ് ഡബിൾ ലെയറിൻ്റെ തിക്നെസ് കുറയുന്നു, പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോൺസിൻ്റെ സൈസ് കൂടുന്തോറും വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ഈ യുവർ പെർട്ടിക്കുലർ ലിക്വിഡ് ലിമിറ്റ്, അതുപോലെ പ്ലാസ്റ്റിക് ലിമിറ്റ്, അതുപോലെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇതെല്ലാം കുറഞ്ഞ് വരും. ഇതാണ് 2 റീസൺസ് എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് റിഗാർഡിംഗ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദിസ് കെയോളിനൈറ്റ് ക്ലേ. കെയോളിനൈറ്റ് ക്ലേനെ തിരഞ്ഞെടുത്ത് അതെങ്ങനെയാണ് ചില കെമിക്കൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അതിനെ സ്പെഷ്യലായിട്ട് നോക്കുകയാണ്. ആദ്യം അവർ ലൈമുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് നോക്കുന്നു. അതിനുവേണ്ടി ദേ ആർ ടേക്കിംഗ് 2 ക്ലേസ്, അതായത് കെയോളിനൈറ്റ് എടുത്ത് സോഡിയം ആൻഡ് കാൽഷ്യം, സോഡിയം കെയോളിനൈറ്റും കാൽഷ്യം കെയോളിനൈറ്റും അനലൈസ് ചെയ്യാണ്. സോ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഇറ്റ് വിൽ ബി ഹാവിങ് low liquid limit for sodium kaolinite and large liquid limit for calcium kaolinite. പക്ഷേ ടൈം പ്രൊസീഡ് ചെയ്യുന്നതനുസരിച്ച് വാട്ട് ഹാപ്പൻസ്, ഈ ലൈമിന് ഒരു സിമെൻറ്റീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, സ്ലോലി ദ പാർട്ടിക്കിൾസ് കം ക്ലോസർ. അത് കാരണം അഗ്ലോമറേഷൻ, വി കോൾ ഇറ്റ് ആസ് അഗ്ലോമറേഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഹാപ്പൻ, because of which after time continues your particular liquid limit of the calcium clay എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാൽഷ്യം കെയോളിനൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് ആൻഡ് ബിക്കംസ് എ വെരി ലെസ് വാല്യൂ. അതാണ് അവർ എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നത്. സോഡിയം കെയോളിനൈറ്റിന് 52% ആണ് സാധാരണ കാണാറ്, ആൻഡ് കാൽഷ്യം കെയോളിനൈറ്റിന് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ടു ബി എ 73% ഇനീഷ്യലി, ആൻഡ് ആസ് ടൈം കണ്ടിന്യൂസ് ഓർ ആഫ്റ്റർ സം ടൈം വാട്ട് ഹാപ്പൻസ് ഇറ്റ് റിഡ്യൂസസ് ടു 38% എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. Whereas when the same kaolinite interacts with some other chemicals, for example potassium acetate ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യൂറിയ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇസ് ഇതിൻ്റെ ലിക്വിഡ് ലിമിറ്റ് കൂടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് പെർട്ടിക്കുലർ കെമിക്കൽസ് വിൽ ബ്രേക്ക് ദ ഹൈഡ്രജൻ ബോണ്ട്. ഈ ഹൈഡ്രജൻ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാർട്ടിക്കിൾസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട്, ഇല്ലേ? പാർട്ടിക്കിൾസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് തമ്മിൽ തന്നെ. ഫോർ എക്സാമ്പിൾ കെയോളിനൈറ്റ് ആയിക്കോട്ടെ,
സിലിക്ക ഷീറ്റ്, ജിപ്സൈറ്റ് ഷീറ്റ്, ഇങ്ങനെയുള്ള ഷീറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇതിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി വാൻ ഡെർ വാൾസ് ബോണ്ട് ആവാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കാം. അപ്പോൾ ഈ കെമിക്കൽസ് എന്ന് പറയുന്നത് ദിസ് ഇസ് കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ബോണ്ട്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന വഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ സർഫസ് ഏരിയ ഫോർ ഇൻട്രാക്ഷൻ. അതായത് ഒരുപാട് വെള്ളം ഇനി വേണ്ടി വരും നമുക്ക് അത്രയും സർഫസ് ഫില്ല് ചെയ്യാൻ. അത്രയും സർഫസിൽ വെള്ളം കയറിയാൽ മാത്രമേ ഈ പാർട്ടിക്കിൾസിന് സ്ലൈഡ് ചെയ്യാൻ പറ്റൂ. വിച്ച് മീൻസ് മോർ നമ്പർ ഓഫ് വാട്ടർ ഇസ് നൗ റിക്വയർഡ് ഫോർ സ്ലൈഡിങ്. അതായത് ഈ പാർട്ടിക്കിളിന് സ്ലൈഡ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് വെള്ളം ഇനി ആവശ്യം വരും. കാരണം അത്രയും സർഫസ് ഏരിയ കൂടി. ആ സർഫസ് ഏരിയയിലേക്കൊക്കെ വെള്ളം ഇനി എത്തിച്ചെല്ലണം, എന്നാലേ ഇതിന് സ്ലൈഡ് ചെയ്യാൻ പറ്റൂ. സോ ബിക്കോസ് ഓഫ് വിച്ച് ദ ലിക്വിഡ് ലിമിറ്റ് ഇൻക്രീസസ്. സോ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് വാട്ടർ കണ്ടൻറ്റിലാണ് അത് ഫ്ലൂയിഡ് പോലെ ബിഹേവ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡ് പോലെ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് വെള്ളം വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ സർഫസ് ഏരിയ ആയി നിങ്ങളുടെ സോയിൽ പാർട്ടിക്കിൾസിന്. കാരണം എന്താ, ആ കെമിക്കൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് മോർ സർഫസ് ഏരിയ ബൈ ബ്രേക്കിംഗ് ദി ഹൈഡ്രജൻ ബോണ്ട് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് അവർ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ലിക്വിഡ് ലിമിറ്റ് എങ്ങനെ വേരി ചെയ്യും when it interacts with the lime and when it interacts with the chemicals like potassium acetate, urea and dimethyl sulfoxide. അപ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റ് ഓഫ് അയോൺ സൈസ് ഓൺ പ്ലാസ്റ്റിസിറ്റി ഓഫ് ബെൻറ്റോണൈറ്റ് ആണ്. അതായത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് ലിമിറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ലിക്വിഡ് ലിമിറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഗെറ്റ് ദാറ്റ് മച്ച് എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദ സയൻസ് കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ലിമിറ്റാണ് മെയിനായിട്ട് എഫക്റ്റഡ് ആകുന്നത്. അതുകൊണ്ട് ലിക്വിഡ് ലിമിറ്റിനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചില അയോൺസിൻ്റെ പേര് നിങ്ങൾക്ക് ആ ടേബിളിൽ കൊടുത്തേക്കുന്നത് കാണാം. ബെൻറ്റോണൈറ്റിനകത്ത് ലീത്തിയം ആഡ് ചെയ്യുന്ന കേസ്, സോഡിയം, അമോണിയം, പൊട്ടാഷ്യം, ഇങ്ങനെയുള്ള ചില അയോൺസ് ആഡ് ചെയ്യുന്ന കേസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലിക്വിഡ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട് 675, 495, 223, 233 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ബെൻറ്റോണൈറ്റ് എന്ന് പറയുന്ന ക്ലേയിൽ ഇങ്ങനെയുള്ള അയോൺസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിക്വിഡ് ലിമിറ്റ് എങ്ങനെ വേരി ചെയ്യുന്നു അതാണ് നമ്മൾ നോക്കുന്നത്. സോ വാട്ട് വി ഫൈൻഡ് ഇസ് ദാറ്റ് നിങ്ങളുടെ ലീത്തിയം, സോഡിയം, അമോണിയം, പൊട്ടാഷ്യം ഒക്കെ ആകുമ്പോൾ നിങ്ങളുടെ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലീത്തിയം, സോഡിയത്തിലൊക്കെ ലിക്വിഡ് ലിമിറ്റ് വളരെ കൂടുതലാണ് എന്ന് കാണാൻ പറ്റും. പൊട്ടാഷ്യത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് മെയിനായിട്ടും നിങ്ങളുടെ ഈ ലിക്വിഡ് ലിമിറ്റ് അയോൺസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് ആദ്യം ഡിഫ്യൂസ് ഡബിൾ ലെയർ കോൺസെപ്റ്റ് വെച്ച് പറയാൻ പറ്റും. അതായത് അയോൺസിൻ്റെ ബാലൻസിൽ കൊടുത്തോറും കുറേ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അതുവഴി ലിക്വിഡ് ലിമിറ്റിനെ താഴെ കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരുപാട് വെള്ളപ്പോൾ വേണ്ടി വരില്ല. അതൊരു ബേസിക് കോൺസെപ്റ്റാണ്. അതായത് ഒരുപാട് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ ഡിഫ്യൂസ് ഡബിൾ ലെയറിൻ്റെ തിക്നെസ് കുറയും എന്ന് നമുക്ക് പറയാൻ പറ്റും. അനദർ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ്യം ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഈ പൊട്ടാഷ്യം എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇസ് ഇറ്റ് ഇൻറ്ററാക്ട്സ് വിത്ത് മോൺട്ട്മോറിലോനൈറ്റ്. അതായത് ബെൻറ്റോണൈറ്റ് എന്ന് പറഞ്ഞാൽ മോൺട്ട്മോറിലോനൈറ്റാണല്ലോ. മോൺട്ട്മോറിലോനൈറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ചില പൊട്ടാഷ്യം അയൺസ് എന്ന് പറയുന്നത് ഈ മോൺട്ട്മോറിലോനൈറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്, അതായത് ഒരു സിലിക്ക ഷീറ്റ്, ഗിപ്സൈറ്റ് ഷീറ്റ്, പിന്നെ ഒരു സിലിക്ക ഷീറ്റ്, ഇതാണല്ലോ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് മോൺട്ട്മോറിലോനൈറ്റ് എന്ന് പറയുന്നത്. ആ മോൺട്ട്മോറിലോനൈറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിൻ്റെ ഇടയിൽ ഈ പൊട്ടാഷ്യം എന്ന് പറയുന്നത് കയറി സ്റ്റക്കായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോൺട്ട്മോറിലോനൈറ്റ്, അതായത് സിലിക്ക, ഗിപ്സൈറ്റ്, സിലിക്ക, പിന്നെ പൊട്ടാഷ്യം, അത് കഴിഞ്ഞ് പിന്നെയും സിലിക്ക, ഗിപ്സൈറ്റ്, സിലിക്ക, ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റായി മാറും. ഈ അറേഞ്ച്മെൻറ്റിന് പറയുന്നത് ഇല്ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ മോൺട്ട്മോറിലോനൈറ്റ് ആയിരുന്ന ക്ലേ പൊട്ടാഷ്യത്തിൻ്റെ ഇൻട്രാക്ഷനിൽ വന്നു കഴിയുമ്പോൾ ഈ ട്രാൻസ്ഫേഴ്സ് ഇൻ ടു ഇല്ലൈറ്റ് ക്ലേ. ഇല്ലൈറ്റ് ക്ലേ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലേ ആണ്. അതിന് ഒരുപാട് വാട്ടർ അബ്സോർപ്ഷനൊന്നുമില്ല, കാരണം പൊട്ടാഷ്യം ആണ് അതിൻ്റെ ഇടയിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം ചാർജ് ന്യൂട്രലൈസ് ചെയ്യും. നിങ്ങളുടെ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിൻ്റെ ഇടയിലുള്ള ആ നെഗറ്റീവ് ചാർജിനെ പൊട്ടാഷ്യം കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ആ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റിൻ്റെ ഇടയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യത കുറവായിരിക്കും. അതായത് ഒരു മോൺട്ട്മോറിലോനൈറ്റ് ക്ലേനെ ഇല്ലൈറ്റ് ക്ലേ ആയി മാറപ്പെടും. നിങ്ങളുടെ പൊട്ടാഷ്യം അയോൺസ് കൂടുതലാണ് നിങ്ങളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള പോർ ഫ്ലൂയിഡിൽ ഉണ്ടെങ്കിൽ. അമോണിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് ഇൻട്രാക്ഷനാണ് നടക്കുന്നത്. പിന്നെ ലീത്തിയം ആൻഡ് സോഡിയത്തിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീത്തിയം, സോഡിയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീത്തിയം എന്നൊക്കെ പറയുന്നത് ഹൈ ഹൈഡ്രേഷൻ റേഡിയസ് ഉള്ള ചില പാർട്ടിക്കിൾസ് ആണ്, അതായത് അയോൺസ് ആണ്. ഇതിന് ചുറ്റും ഒരുപാട് വെള്ളത്തിന് സ്വയം ഈ ലീത്തിയത്തിനും സോഡിയത്തിനും ചുറ്റും വെള്ളത്തിൻ്റെ ഒരു എൻവലപ്പ് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിന് ലാർജ് ഹൈഡ്രേഷൻ എൻവലപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ
ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു അയോൺ എന്ന് പറയുന്നത്, അതായത് അതിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് വരും. അപ്പോൾ അതിന് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഈ ക്ലേ പാർട്ടിക്കിൾസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ചാർജ് ന്യൂട്രലൈസ് ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പൊട്ടാഷ്യം ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ബീൻ ക്രിയേറ്റഡ് ബൈ ദിസ് പെർട്ടിക്കുലർ ലീഥിയം ആൻഡ് സോഡിയം. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു ലാർജ് ലിക്വിഡ് ലിമിറ്റ് കാണിക്കുന്നത്. ഓക്കെ.